ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ കഥയാണ് കേട്ടോ. ചന്ദ്രമതി സച്ചിനെ രേവതിയെ പറ്റി പറയുന്നുണ്ട്. സച്ചി രേവതിയുടെ കയ്യിലെ പാവയാണ്. അവൾ എങ്ങനെ കീ കൊടുക്കുന്നോ അതിനനുസരിച്ചിട്ട് ഇവനൊരു ബൊമ്മയെ പോലെ നിന്ന് തലയാട്ടി എല്ലാം അനുസരിക്കും. സ്കൂൾ കുട്ടികളെ പോലെയാണ്, ഇവരെപ്പോഴും വഴക്കിടും, കാന്തും പോലെ അങ്ങോട്ടും ചെയ്യുമെന്ന് പറയാണ്. പിന്നെ ഇവരെ പോലെ ഇങ്ങനെ പെരുമാറാൻ ഇവർക്ക് മാത്രമേ കഴിയൂ എന്നും പറയുന്നുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞത്. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ സച്ചിയാണ് കേട്ടോ പറയുന്നത്. അച്ഛമ്മയുടെ വീട്ടിലായിരിക്കുമ്പോൾ ഞാൻ ഭയങ്കര ജോലിയായിരുന്നു. ഈ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഒരു മേശയും കസേരയും പോലെയായി. ഒരു മനുഷ്യനാണോ എന്നുള്ള പരിഗണന എനിക്ക് തന്നിരുന്നത് അച്ഛൻ മാത്രമാണ്. ഒരു വിവാഹമോ അല്ലെങ്കിൽ ഒരു പ്രണയമോ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. രേവതി എൻ്റെ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് വന്നതാണ്. ആദ്യം ഞങ്ങൾ തമ്മിൽ നല്ല പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നുണ്ടെങ്കിലും സ്നേഹം കൊണ്ട് എന്നെ മാറ്റിയെടുത്തത് രേവതി തന്നെയാണ്. എന്നെ സ്നേഹിക്കാനും കരുതാനും എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനും ഒരാളുണ്ടെന്നൊരു തോന്നൽ വന്നത് രേവതി എൻ്റെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ടാണ്. ഞങ്ങൾ തമ്മിൽ വഴക്കൊക്കെ ഇടാറുണ്ട്, പെട്ടെന്ന് തന്നെ അതൊക്കെ സോൾവ് ചെയ്യാറുണ്ട്. അതെല്ലാം രേവതി എന്നെ പറഞ്ഞ ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരാറുണ്ട്. രേവതിയെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ഞാനാണ് അവൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് മാറിയെന്നൊക്കെ നല്ല കാര്യങ്ങൾ ഒരുപാട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളുടെ രേവതിയും പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു മനുഷ്യനെ കിട്ടിയതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. സച്ചേട്ടനെ എനിക്ക് മനസ്സിലാക്കാനേ പറ്റിയിട്ടില്ല. പല തവണ പല സ്വഭാവമാണ് സച്ചേട്ടന്. സച്ചേട്ടൻ്റെ മനസ്സിൽ എല്ലാവരോടും നല്ല സ്നേഹവും കരുതലും ഒക്കെയാണ്. സച്ചേട്ടനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ സച്ചേട്ടൻ അവർക്ക് ജീവൻ പോലും കൊടുക്കും. അങ്ങനെ തന്നെയാണ് സച്ചേട്ടൻ എന്നെയും സ്നേഹിക്കുന്നത്. ആവശ്യമില്ലാത്ത കാര്യത്തിന് സച്ചേട്ടൻ വഴക്ക് കൂടാനൊന്നും പോകാറില്ല. സച്ചേട്ടൻ അങ്ങനെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു വ്യക്തമായിട്ടുള്ള കാരണവും ഉണ്ടാവും. സച്ചേട്ടന് ദേഷ്യവും കോപവും ഒക്കെ ഉണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആദ്യമേ തൊട്ട് തന്നെ അദ്ദേഹം അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ജീവിതത്തിൽ ഏതോ ഒരു സ്ഥലത്തെത്തിയപ്പോഴാണ് സച്ചേട്ടന്റെ സ്വഭാവം ആ രീതിയിലേക്ക് മാറിയത്. അതിനൊരു പ്രധാന കാരണവുമുണ്ട്. പലതവണ ഞാൻ സച്ചേട്ടനോട് അതിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിലും സച്ചേട്ടൻ എന്നോട് അത് മാത്രം തുറന്നു പറയാനായിട്ട് തയ്യാറായിട്ടില്ല. ഭാര്യ ഭർത്താക്കന്മാരായാൽ ഒരു രഹസ്യവും പാടില്ല എന്ന് അച്ഛനും അച്ഛമ്മയും എപ്പോഴും പറയാറുണ്ട്. അതെപ്പോഴും തുറന്നു പറയണമെന്ന് അവർ പറയാറുണ്ട്. പക്ഷേ ഈ ഒരു രഹസ്യം മാത്രമേ സച്ചേട്ടൻ എന്നോട് പറയാതുള്ളൂ. ഇന്ന് നമ്മളുടെ വിവാഹ വാർഷികമല്ലേ, അപ്പോൾ സച്ചേട്ടൻ എന്നോട് അത് തുറന്നു പറയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നൊക്കെ പറയാം കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മളുടെ സുധിയുടെ മുഖം അങ്ങ് ആകെ മാറിയിട്ട് ആകെ ഒരു വിഷമോ ഒരു പേടിയൊക്കെ ഉള്ളതുപോലെയാണ് കേട്ടോ സുധിയുടെ മുഖം ഇരിക്കുന്നത്. അപ്പം നമ്മുടെ സച്ചി എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ആ വിഷയം അങ്ങ് മാറ്റുന്നുണ്ട് കേട്ടോ. രേവതി, നീ എന്തിനാണ് ഇപ്പം അതൊക്കെ പറയുന്നത്? നമുക്ക് ഇന്ന് സന്തോഷമുള്ളൊരു ദിവസമല്ലേ, അതൊക്കെ വിടുക എന്ന് പറഞ്ഞിട്ട് വിഷയം മാറ്റുകയാണ് കേട്ടോ. ആ സമയത്താണ് നമ്മളുടെ ശരത്ത് വീട്ടിലേക്ക് വരുന്നത്. ശരത്ത് ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത്. അങ്ങനെ ശരത്ത് വരുമ്പോഴത്തേക്ക് സച്ചിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ശരത്ത് രവിയേട്ടനുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങളെ, എനിക്കിപ്പോൾ ഒരു ചെറിയ ജോലിയുണ്ട്, ഞാൻ പഠിത്തത്തിൻ്റെ കൂടെ ഒരു ജോലിയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ തന്നെ സ്വന്തമായിട്ട് അധ്വാനിച്ച് ശമ്പളത്തിൽ നിന്ന് ഒരു ഗിഫ്റ്റ് എൻ്റെ ചേച്ചിക്ക് അളിയനും വാങ്ങിക്കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വന്നതെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ഈ ഗിഫ്റ്റ് നമ്മളുടെ ശരത്ത് സച്ചിക്ക് രേവതിക്കും കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം സച്ചി ഭയങ്കര ദേഷ്യത്തിലായിരിക്കും പ്രതികരിക്കുന്നതാണ് അവിടെ നമ്മുടെ രേവതിയുടെ അമ്മയൊക്കെ വിചാരിക്കുന്നത്. പക്ഷേ സച്ചി നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ഭയങ്കര സന്തോഷത്തോടു കൂടി ആ ഗിഫ്റ്റൊക്കെ വാങ്ങുന്നുണ്ട്. വാങ്ങിയിട്ട് അപ്പോൾ തന്നെ ആ ഷർട്ട് എടുത്ത് ഇടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശരത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മോനെ ശരത്തെ, നിനക്ക് എൻ്റെ അളവൊക്കെ അറിയാമല്ലേ, നല്ല ഫിറ്റ് ആയിട്ടുണ്ട്, നല്ല ഷർട്ടാണ്. എന്നിട്ട് നമ്മളുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ശരത്തിനെ ചെന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ഇറുക്കിയൊക്കെയാണ് കേട്ടോ കെട്ടിപ്പിടിക്കുന്നത്. സന്തോഷം അഭിനയിക്കുകയാണ് സച്ചി. എന്നിട്ട് നീ ഇവിടെ വരെ വന്നിട്ട് ഞാനൊരു കേക്ക് പോലും തരാതെ വിടുന്ന മോശമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കേക്കൊക്കെ കൊണ്ടുവന്ന് വായിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ശരത്തിനും എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ള ചെറിയൊരു ഇതുണ്ട്. കാരണം ഒരു വഴക്കുണ്ടാവുമെന്നാണ് ശരത്ത് വിചാരിച്ചിരുന്നത്. പക്ഷേ സച്ചി നേരെ ഓപ്പോസിറ്റിലാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത്. എന്തായാലും എൻ്റെ പൊന്നളിയ, നിനക്ക് എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ സച്ചി ശരത്തിനോട് പറഞ്ഞു നിൽക്കുന്നതൊക്കെ കാണിച്ചിട്ടാണ് കേട്ടോ എപ്പിസോഡ് അവസാനിക്കുന്നത്.